പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനമെങ്ങും മഴയും മഴക്കെടുതികളും മാത്രമാണ്. മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിയെന്ന് പറയുന്ന സർക്കാർ പക്ഷേ ഈ ഉണ്ടായിട്ടുള്ള വീഴ്ചകളിൽ കണ്ണടച്ച് പോവുകയാണ്. നിലവിൽ മുഖ്യമന്ത്രി ഒരു അവലോകന യോഗം വിളിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ദുരിതങ്ങളുണ്ടായ ദിവസങ്ങളിൽ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തും വിരുന്നുകളിൽ പങ്കെടുത്തും നടന്ന മുഖ്യമന്ത്രി ഇപ്പോഴാണോ ഇങ്ങനെയൊരു യോഗം വിളിക്കേണ്ടതെന്നുള്ള വിമർശനവും ഒരു വശത്ത് ശക്തമാണ്. എന്തായാലും വിവിധ ജില്ലകളിൽ നിന്ന് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടേക്കാണ്. കോഴിക്കോട് മഴക്കെടുതി തുടരുകയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ 0.25 അടി വീതം ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. ഒളവണ്ണ കള്ളിക്കുന്നിൽ കിണറിടിഞ്ഞ് 3 വീടുകൾക്ക് ഭീഷണിയായിട്ടുണ്ട്. വിവരങ്ങളുമായി രമ്യദാസ് ചേരുന്നുണ്ട്. രമ്യ, മലബാറിലെങ്ങും വലിയ രീതിയിലുള്ള മഴക്കെടുതികളുണ്ട്. ഇപ്പോൾ ഈ കോഴിക്കോട് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിത്ത്, ഇന്നലെ രാത്രിയോട് കനത്ത മഴ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പുലർച്ചെയും ഇതുപോലെ ഇടവിട്ട് ശക്തമായ മഴ പെയ്തിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നില്ലെങ്കിലും വെള്ളക്കെട്ടും ദുരിതവും കോഴിക്കോട് ജില്ലയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് തുടരുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമുക്കറിയാം, ഇത് കോഴിക്കോട് ടൗണിൽ നിന്ന് വിട്ടുമാറി കണ്ണാടിക്കൽ മേഖലയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. ഇത് കണ്ണാടിക്കൽ മേഖലയിൽ മാത്രം പ്രശ്നമല്ല. ഇത്തരത്തിൽ വെള്ളിമാട് കുന്ന്, അങ്ങനെ ജില്ല പൊതുവെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ദുരിതവുമാണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ. കാരണം പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിൽ പല മേഖലയും, മലയോര മേഖല ഉൾപ്പെടെ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. പല വീടുകളിലെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ ഇടിഞ്ഞു താഴുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ല എടുത്തു നോക്കിയാൽ മഴയുടെ ദുരിതത്തിൽ നിന്നും വിട്ടുമാറാതെയാണ് ജനങ്ങളുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണാടിക്കൽ മേഖലയിലാണ്. കണ്ണാടിക്കൽ മേഖലയിൽ തന്നെ ഈ റോഡിന് ഇരുവശത്തും, അതായത് നരിക്കുനി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിന് ഇരുവശത്തും നിരവധി ജനവാസ മേഖലയാണ്, നിരവധി വീടുകളുണ്ട്. ഈ വീടുകളിലേക്കെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇന്നലെയും ഈ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇതിന് കുറച്ചുകൂടി കൂടുതലായിട്ട് വെള്ളം ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെയും നമ്മൾ ഇവിടെ നിന്നെല്ലാം ലൈവ് റിപ്പോർട്ട് ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ ഇന്നലത്തേതിനേക്കാളും കൂടുതൽ വെള്ളം വീടുകളിലേക്ക് കയറി തുടങ്ങി. ഇവിടെ നിന്നെല്ലാം പല വീടിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചില വീടുകളിൽ മുകളിലേക്ക്, അതായത് ഇരുനില വീടുകളിലേക്ക് മുകളിലേക്ക് ആളുകൾ മാറിയിട്ട് നമ്മളിപ്പോൾ സമീപത്തെ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകുന്നത്. കാരണം ഈ സമീപ പ്രദേശങ്ങളെല്ലാം ചുറ്റുഭാഗമെല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. വീടുകളിൽ ഉള്ളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. പലരും ഈ ഇരുനില വീടുകളിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുനില വീടുകളുണ്ട്, അതിൽ ആളുകൾ മുകളിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒറ്റ നിലയുള്ള വീടുകളിലെ ആളുകൾക്കാണ് ഏറെ ദുരിതം. കാരണം അവർക്ക് ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറേണ്ട സ്ഥിതി തന്നെയാണ്. മലയോര മേഖലയിലും തൽസ്ഥിതി തന്നെയാണ്. കാരണം അവിടെ മണ്ണിടിച്ചിൽ ഭീഷണിയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഇത്തരത്തിൽ വെള്ളക്കെട്ടാണെങ്കിൽ മലയോര മേഖല വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. കോഴിക്കോട് താലൂക്കിൽ 19, അതുപോലെ തന്നെ താമരശ്ശേരി 5, കൊയിലാണ്ടി താലൂക്കിൽ 4, വടകര 2, ഇത്തരത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം തുറന്നിരിക്കുന്നത്. 490 പേരാണ് ഈ ക്യാമ്പുകൾ ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. ഇന്നും ഈ ദുരിതപ്പെയ്ത്തിന് കുറവില്ല തന്നെയാണ്. കാരണം കുറച്ച് സമയമായി മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ ഉൾപ്പെടെ ഇപ്പോഴുമുണ്ട്. ആകാശം പൂർണ്ണമായി തന്നെ മേഘാവൃതമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാം വലിയ വെള്ളക്കെട്ടുകൾ. ഇത് നമ്മൾ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ പ്രദേശത്ത് ഉൾപ്പെടെ ആളുകൾ വീടുകളിൽ നിന്ന് മാറിയിട്ടില്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഇരുനില വീടുകളായതിനാൽ മറ്റു മുകളിലേക്കും മറ്റും മാറി. പക്ഷേ ഇവർക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ, കാരണം അരയ്ക്ക് മുകളിലാണ് പല ഈ വഴികളിലെല്ലാം വെള്ളക്കെട്ട് നിറഞ്ഞു നിൽക്കുന്നത്. കിണറുകളെല്ലാം തന്നെ മൂടിയ അവസ്ഥയിലാണ്. കൂടാതെ ഈ കക്കയം ഡാമിൽ ഇന്നലെയാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് കക്കയം ഡാമിൻ്റെ ഇരു ഷട്ടറുകളും 0.25 അടി വീതം ഉയർത്തിയിരുന്നു. പക്ഷേ നിലവിൽ ഇന്നും കക്കയം ഡാമിൽ വലിയ രീതിയിലുള്ള നീരൊഴുക്കുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും സംഭരണശേഷിയായിട്ടുള്ള 97.78% ഇപ്പോൾ നിലവിൽ സംഭരണ ശേഷിയുള്ളത്. അതിനാൽ തന്നെ വീണ്ടും ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന സ്ഥിതി തന്നെയാണുള്ളത്. ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡാമിന്റെ രമ്യ പറയുന്നതനുസരിച്ചാണെങ്കിൽ കക്കയം ഡാമിന്റെ ജലനിരപ്പ് അതിന്റെ പരമാവധി ശേഷിയിലേക്ക് എത്തിയതിനു ശേഷമാണോ ഇത് തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അല്ലായെങ്കിൽ ഈ വലിയ നീരൊഴുക്കിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുവിടാതെ പോകുന്ന രീതിയിലേക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ രമ്യ?
പ്രജിത്ത്, ഇന്നലെ ഉൾപ്പെടെ മലയോര മേഖലയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കനത്ത മഴയുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഏകദേശം സംഭരണശേഷിയുടെ വലിയൊരു ശതമാനമായപ്പോൾ ഡാമിൻ്റെ ഷട്ടറുകൾ, അതായത് റെഡ് അലർട്ട്, ആദ്യത്തെ ഘട്ടത്തിൽ ഓറഞ്ച് അലർട്ടും പിന്നീട് രാത്രിയോടുകൂടി തന്നെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ട് 8:45 2 ഷട്ടറുകൾ ഉയർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയത്. കാരണം തുടർന്നും രാത്രി ഉൾപ്പെടെ ഈ മലയോര മേഖലയിൽ കനത്ത മഴ തന്നെയായിരുന്നു. അതിനാൽ തന്നെയാണ് ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത്. ഇന്നും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റെഡ് അലർട്ട് തന്നെയാണ്. നിലവിലിപ്പോൾ സംഭരണശേഷിയുടെ ഏറ്റവും അതായത് കൂടുതൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അറിയിപ്പ് ഉൾപ്പെടെ വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ കൈവഴികളെല്ലാം തന്നെ, അതായത് പുന്നൂർപ്പുഴ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജലനിരപ്പ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ കക്കയം ഡാം കൂടി തുറന്നതോടെ തലസ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖലയിൽ ഉൾപ്പെടെ കക്കയം ഡാം ഇന്നലെ രാത്രിയാണ് തുറന്നത്. അതിനാൽ തന്നെയാണ് ഈ മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രദേശത്തുകാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ കക്കയം ഡാം കൂടി തുറന്നതോടെ ഈ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. അതിനാൽ തന്നെ വരും മണിക്കൂറുകളിലും ഈ ഭാഗത്ത് ഉൾപ്പെടെ ജലനിരപ്പ് കൂടും. അത് കൂടുതൽ ജനങ്ങളിലേക്ക് ദുസ്സഹമാക്കും. കാരണം ഈ വീടുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ പല വീടുകളും മുങ്ങിയ അവസ്ഥയിൽ തന്നെയാണ്. പല വീടുകളിൽ നിന്നും ആളുകളെല്ലാം മാറിയിട്ടുണ്ട്. ചില വീടുകളിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഠിക്കൽ കൃത്യമായ വിവരങ്ങളാണ് രമ്യ ഇപ്പോൾ കോഴിക്കോട് നിന്ന് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ സാധാരണക്കാരായ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം, അവിടെ ആ വീടുകളൊക്കെ നോക്കൂ, ഏതാണ്ട് പകുതിയോളം മുങ്ങി നിൽക്കുകയാണ്. അവിടെയൊക്കെ ദിവസങ്ങൾ കഴിയും ഇനി ആ ജലനിരപ്പൊന്ന് താഴണമെങ്കിൽ എന്നുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നു.